വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ്. പാവയ്ക്കയും മാങ്ങയും ചേർത്ത് വെക്കുന്ന ഒരു കറി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാൻ 2 പാവയ്ക്ക ചെറുതായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് നേരം ഉപ്പ് പുരട്ടി വെച്ചതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞു. അതിൻ്റെ കയ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ വേണ്ടി ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ അത് പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ അധികം കയ്പുണ്ടാവാറില്ല കേട്ടോ. ആ ഡാർക്ക് കളറുള്ള പാവയ്ക്കൊക്കെയാണ് കൂടുതൽ കയ്പുണ്ടാവുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു 10 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉലുവ 1/4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, നാളികേരം ചിരകിയെടുത്തത് 1 മുറി നാളികേരം കേട്ടോ, 3 വറ്റൽമുളക്. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മാങ്ങയും അത് വേവുന്നതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയും പാവയ്ക്കയും വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്കയും മാങ്ങയും വെന്തോന്ന് നോക്കാം. പാവയ്ക്കയും മാങ്ങയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരല്പം അരപ്പ് അതിലിരിക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ അരപ്പ് ഇതിൽ കിടന്ന് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവാണ്, അപ്പോൾ അതിട്ട് കൊടുക്കാം. ബാക്കി പുളിയും എല്ലാം കറക്റ്റാട്ടോ. നല്ല ടേസ്റ്റി കറിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും
ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ പാവയ്ക്ക വേവിക്കുമ്പോൾ തന്നെ ഇടാം കേട്ടോ. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ അത് മൊരിച്ചിടുന്നതാണ്. ഈ താളിച്ചത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സൂപ്പർ കറി കേട്ടോ. എനിക്കിപ്പോൾ തന്നെ ചോറിനാൻ തോന്നണു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കയും മാങ്ങയും കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.